ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെറിലൈസേഷൻ എന്ന എസ്സേയുടെ ബാക്കി പോർഷനാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ്, അതായത് പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടെ ചേർന്നതാണ് സ്റ്റെറിലൈസേഷൻ്റെ എസ്സേ. ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷന് സഹായിക്കുന്ന കെമിക്കൽസും അതുപോലെ സ്റ്റെറിലൈസേഷൻ ടെസ്റ്റുകളെക്കുറിച്ചുമാണ്. കെമിക്കൽ സ്റ്റെറിലൻസ് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കെമിക്കലാണ് ഫീനോൾ. ഫീനോൾ വാസ് ദ ഫസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആൻറ്റിസെപ്റ്റിക് ആയിട്ടും ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. 1867 ജോസഫ് ലിസ്ലറാണ് ഇത് സർജറിക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്യുമ്പം ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫീനോളിനെ ഉപയോഗിച്ചത്. ടുഡേ ഫീനോൾ ആൻഡ് ഫീനോളിക്സ് എന്ന് പറഞ്ഞാൽ ഫീനോളിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന വേറെ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ക്രെസോൾസ്, സൈലനോൾസ്, ഓർത്തോഫിനൈൽ ഫീനോൾസ് അതൊക്കെ നമ്മുടെ ലബോറട്ടറിയിലും ഹോസ്പിറ്റൽസിലും ഒക്കെ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ കൊമേഴ്ഷ്യൽ ഡിസിൻഫെക്റ്റൻറ്റ് ലൈസോൾ നമുക്കറിയാലോ, അത് കുറേ ഫീനോളിക് കോമ്പൗണ്ട്സിൻ്റെ ഒരു മിക്സ്ചറാണ്. ഫീനോളിക്സ് ആക്ട്സ് ബൈ ഡീനേച്ചറിങ് പ്രോട്ടീൻസ് ആൻഡ് ഡിസ്ട്രപ്റ്റിംഗ് ദ സെൽ മെംബ്രെയിൻ. അപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? പ്രോട്ടീനെ ഡീനേച്ചർ ചെയ്യും, അതുപോലെ സെൽ മെംബ്രെയിനെ റപ്ചർ ചെയ്യും, സെൽ മെംബ്രെയിനെ നശിപ്പിച്ചിട്ട് അതുവഴിയാണ് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുന്നത്. ദേ ഹാവ് സം റിയൽ അഡ്വാൻറ്റേജസ് ആസ് ഡിസിൻഫെക്റ്റൻസ്. എന്തൊക്കെയാണ്? ഫീനോളിക്സ് ആർ ട്യൂബർകുലോസൈഡ്സ്, effective in the presence of organic material and remain active on surfaces long after application. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞും കുറേ നേരത്തേക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ ലൈസോളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ഫീനോൾ ഡെറിവേറ്റീവ്സിനുള്ള ഒരു ഗുണമാണ് അത്. അതുപോലെ ട്യൂബർകുലോസൈഡലാണ്, അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിനെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെന്താണ്? ഹൗവർ ദേ ഹാവ് എ ഡിസഗ്രിയബിൾ ഓർഡർ ആൻഡ് കോസ് സ്കിൻ ഇറിറ്റേഷൻ. നമുക്കറിയാലോ, ഒരു അത്ര സുഖമില്ലാത്തൊരു സ്മെല്ലാണ്. അതുപോലെ ഇത് ചില ആൾക്കാരിലൊക്കെ അലർജി ഉണ്ടാക്കും, സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബാക്ടീരിയകളുണ്ടല്ലോ, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കോമൺലി ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിസെപ്റ്റിക്കാണ് ഹെക്സാക്ലോറോഫീൻ. അപ്പോൾ ഓർക്കുക, ഹെക്സാക്ലോറോഫീൻ എന്ന് പറയുന്നത് ഒരു ഫീനോളിക് ഡെറിവേറ്റീവാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ പെർസിസ്റ്റ് ചെയ്യുകയും ബാക്ടീരിയകളെയൊക്കെ കൊന്നുകളയുന്ന സഹായിക്കുന്നതാണ്. ഹൗവർ ഇറ്റ് ക്യാൻ കോസ് ബ്രെയിൻ ഡാമേജ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ നഴ്സറീസ് ഓൺലി ഇൻ റെസ്പോൺസ് ടു സ്റ്റെഫൈലോകോക്കസ് ഔട്ട്ബ്രേക്ക്. അപ്പോൾ സ്റ്റെഫൈലോകോക്കസിനെതിരായിട്ട് മാത്രമാണ് കൂടുതലായിട്ടും ഹോസ്പിറ്റലുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. കാരണം എന്താ? ഇത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കെമിക്കൽ സ്റ്റെറിലൻസും ഡിസിൻഫെക്റ്റൻസും ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇതിന് ഗുണമുണ്ട്, പക്ഷെ ചെറിയ രീതിക്കൊക്കെ ദോഷമുണ്ടാകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹെക്സാക്ലോറോഫീൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ ചില ഫീനോളിക് ഡെറിവേറ്റീവ്സിനൊരു ഓർഡർ സ്മെല്ല് കൊള്ളൂലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ ഇറിറ്റേഷനോ മറ്റ് അലർജികളോ ഐ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സും ഉണ്ടാവും. അടുത്തതാണ് ആൽക്കഹോൾ. നമ്മൾ മൈക്രോബയോളജി പഠിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കെമിക്കൽ സ്റ്റെറിലൈസർ അല്ലെങ്കിൽ ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ആൽക്കഹോൾ. ഇത് ആൻറ്റിസെപ്റ്റിക് ആയിട്ടും ഉപയോഗിക്കും. നമ്മൾ ഇപ്പോൾ ലാബിലൊക്കെ 70% ആൽക്കഹോളാണല്ലോ ഉപയോഗിക്കുന്നത്. അതായത് 70% ആൽക്കഹോളും 30% വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ ലാബ് ആവശ്യങ്ങൾക്കായിട്ട് കോളേജുകളിലും നമ്മുടെ റിസർച്ച് ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിന് ബാക്ടീരിയസിഡൽ എഫക്റ്റ് ഉണ്ട്, അതുപോലെ ഫംഗിസിഡൽ എഫക്റ്റ് ഉണ്ട്, പക്ഷേ സ്പോറിസിഡൽ അല്ല. കാരണം എന്താണ്? ഇത് സ്പോർസിനെ നശിപ്പിക്കത്തില്ല, പക്ഷേ ബാക്ടീരിയനെ ഫംഗിനെയൊക്കെ നശിപ്പിക്കും. ആൻഡ് ഓൾസോ സം ലിപ്പിഡ്സ് കണ്ടെയ്നിങ് വൈറസസ് ആർ ആൾസോ ഡിസ്ട്രോയിഡ്. ടു മോസ്റ്റ് പോപ്പുലർ ആൽക്കഹോളിക് ജെർമിസൈഡ്സ് ആർ എത്തനോൾ ആൻഡ് ഐസോപ്രോപ്പനോൾ. എത്തനോളും ഐസോപ്രോപ്പനോളുമാണ് ആൽക്കഹോൾസിൽ കൂടുതലും സ്റ്റെറിലൈസറായിട്ട് ഉപയോഗിക്കുന്നത്. എത്തനോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പം പല പെർസെൻറ്റേജിൽ ഉപയോഗിക്കും, 90% ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ശരിക്കും ലാബുകളിലൊക്കെ 70% ആണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് 70% എത്തനോളാണ്.
അതുപോലെ ഐസോപ്രൊപ്പനോളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. They act by denaturing proteins and possibly by dissolving the membrane lipids. മെംബ്രെയിൻ ലിപ്പിഡിനെ ഡിസോൾവ് ചെയ്യുകയും അതുപോലെ പ്രോട്ടീനെ ഡീനേച്ചർ ചെയ്യുകയും ചെയ്യുന്നു. A 10 to 15 minute soaking is sufficient to disinfect thermometers and small instruments. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലാഫ് ആൽക്കഹോൾ വെച്ച് വൈപ്പ് ചെയ്യും, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആൽക്കഹോൾ വെച്ച് റിൻസ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് അത്ര സ്റ്റെറൈലായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കും. അതുപോലെ തെർമോമീറ്ററും ഒക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കും. ഓക്കെ, അടുത്തതാണ് ഹാലജൻസ്. ഹാലജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പീരിയോഡിക് ടേബിളിൽ 17th ഗ്രൂപ്പാണ്. 17th ഗ്രൂപ്പിൽ ഉള്ള എലമെൻറ്റ്സ് ആണ്. കോമൺലി നമ്മൾ സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷനും ഒക്കെ ഉപയോഗിക്കുന്നത് 5 ഹാലജൻസ് ആണ്. ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, നമുക്കറിയാം ഫ്ലൂറിനും ക്ലോറിനും ഒക്കെ ഹോസ്പിറ്റലുകളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ഇതൊക്കെ ആണ് കൂടുതലായിട്ടും സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദേ എക്സിസ്റ്റ് ആസ് ഡയാറ്റോമിക് മോളിക്യൂൾസ് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് ആൻഡ് ഫോം സാൾട്ട് ലൈക്ക് കോമ്പൗണ്ട്സ് വിത്ത് സോഡിയം ആൻഡ് മെനി അതർ മെറ്റൽസ്. അപ്പോൾ നമുക്കറിയാം NaCl ഏറ്റവും കോമൺ അല്ലേ. അപ്പോൾ എന്താണ്, ഇത് കൂടുതലും സോഡിയം ഏറ്റവും റിയാക്റ്റീവ് ആണല്ലോ. അപ്പോൾ സോഡിയവുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ്, അതുപോലെ ചില മെറ്റലുകളൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് സാൾട്ട് ഫോം ചെയ്യും. അതും നമുക്ക് ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. ഇത് ഡയാറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്, Cl2 ആയിട്ടല്ലേ കാണപ്പെടുന്നത്. അങ്ങനെ അത് ഓർത്താൽ മതി. The halogens, iodine and chlorine are important in antimicrobial agents. അപ്പോൾ ഈ ഹാലജൻസിൽ ഏറ്റവും കൂടുതലായിട്ടും ആൻറ്റിമൈക്രോബിയൽ പ്രോപ്പർട്ടി കാണിക്കുന്നത് അയഡിനും ക്ലോറിനുമാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാലജൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ അയഡിനാണെന്ന് പറഞ്ഞു. അയഡിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കും. ആൻഡ് കിൽസ് ബൈ ഓക്സിഡൈസിങ് ദ സെൽ കോൺസ്റ്റിറ്റ്യൻസ് ആൻഡ് അയഡിനേറ്റിംഗ് ദ സെൽ പ്രോട്ടീൻസ്. സെൽ പ്രോട്ടീൻസിനെ അയഡിനേറ്റ് ചെയ്യും, അതുപോലെ സെൽ കോൺസ്റ്റിറ്റ്യൻസിനെ ഓക്സിഡൈസ് ചെയ്ത് നശിപ്പിക്കും. അറ്റ് ഹയർ കോൺസെൻട്രേഷൻസ് ദേ മേ ഈവൻ കിൽ സം സ്പോർസ്. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു സ്പോർസിന് വരെ കൊല്ലാൻ, എന്ന് വെച്ചാൽ എല്ലാ സ്പോറുകളും അല്ല, ചില കണ്ടീഷൻസിൽ ചില സ്പോറുകൾ വരെ നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ അയഡിൻ. അയഡിൻ ഓഫൺ ഹാസ് ബീൻ അപ്ലൈഡ് ആസ് ടിഞ്ചർ ഓഫ് അയഡിൻ. അയഡിനായിട്ട് തന്നെ ഒരു ടിഞ്ചറായിട്ട് ഒരു അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ 2% or more അയഡിൻ ഇൻ വാട്ടർ, എത്തനോൾ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കും. ആൾദോ ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് ആൻറ്റിസെപ്റ്റിക്, ദ സ്കിൻ മേ ബി ഡാമേജ്ഡ്, എ സ്റ്റെയിൻ ഈസ് ലെഫ്റ്റ് ആൻഡ് അയഡിൻ അലർജീസ് ക്യാൻ റിസർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു കെമിക്കലായാലും എന്തെങ്കിലും നമുക്ക് അലർജീസിന് കാരണമാകാം, സ്കിൻ പ്രശ്നങ്ങളുണ്ടാകും, സ്റ്റെയിൻസ് ഉണ്ടാവും അയഡിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എന്നാലും ഒരു എഫക്റ്റീവ് ആൻറ്റിസെപ്റ്റിക് ആണ്. More recently, iodine has been complexed with an organic carrier to form iodophore. iodophore രൂപത്തിലും ഇത് ഉപയോഗിക്കാറുണ്ട്. Iodophores are water soluble, stable and unstaining and release iodine slowly by minimizing the skin burns and irritations. അപ്പോൾ എന്താണ്, അയഡോഫോറിൻ്റെ രൂപത്തിലാണെങ്കിലുള്ള ഗുണങ്ങളാണ് ഇത്. വാട്ടർ സോളിബിൾ ആണ്, സ്റ്റെയിൻ ഫോർമേഷനൊന്നും ഉണ്ടാവില്ല, സ്റ്റേബിൾ ആണ്, അതുപോലെ എന്താണ് നമ്മുടെ സ്കിൻ ബേൺസ്, ഇറിറ്റേഷൻസ്, ഇച്ചിങ് ഒന്നും ഉണ്ടാവത്തില്ല എന്നല്ല, മിനിമൈസ് ചെയ്യും. ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ഫോർ പ്രീ ഓപ്പറേറ്റീവ് സ്കിൻ ഡീജേമിങ് ആൻഡ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ലബോറട്ടറീസ് ഫോർ ഡിസിൻഫെക്ഷൻ. അപ്പോൾ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടും അതുപോലെ സർജറിക്കൊക്കെ മുമ്പ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് മൈക്രോബ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ അയഡോഫോർ ഉപയോഗിക്കാറുണ്ട്. സം പോപ്പുലർ ബ്രാൻഡ്സ് ആർ വിസ്കോഡിൻ ഫോർ സ്കിൻ ആൻഡ് ലബോറട്ടറി ഡിസിൻഫെക്ഷൻ ആൻഡ് ബെറ്റാഡിൻ ഫോർ വൂൺസ്. ബെറ്റാഡിൻ നമുക്കറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടാകുമ്പോഴൊക്കെ വയ്ക്കുന്ന ബെറ്റാഡിനാണ്. അതൊരു അയഡിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. അതുപോലെ വിസ്കോഡൈൻ എന്ന് പറയുന്നതും സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്, ഒരു പോപ്പുലർ ബ്രാൻഡാണ്. അപ്പോൾ ഇതൊന്നും എഴുതിയില്ലെങ്കിലും അയഡിൻ ഒരു നല്ല ആൻറ്റിസെപ്റ്റിക് ആണെന്നും അയഡോഫോർ എന്ന ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ നടന്നിട്ട് ഈ അയഡോഫോറിൻ്റെ ക്വാളിറ്റീസ് എഴുതണം. പിന്നെ അയഡിൻ അതൊരു ടിഞ്ചർ ഓഫ് അയഡിനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു 2% or more അയഡിനായിട്ട് എന്തിനാണ് വാട്ടർ എത്തനോൾ സൊല്യൂഷനിൽ ഉപയോഗിക്കാം, പൊട്ടാസ്യം അയോഡൈഡ് രൂപത്തിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എൻ്റെ മോഡ് ഓഫ് ആക്ഷൻ ഓർക്കണം,
പ്രോട്ടീനിനെ സെൽ പ്രോട്ടീൻസിനെ എന്ത് ചെയ്യും, അയഡിനേറ്റ് ചെയ്യും. അതുപോലെ എന്താണ്, സെൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഓക്സിഡൈസ് ചെയ്യും. അടുത്ത ഹാലജനാണ് ക്ലോറിൻ. ക്ലോറിൻ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടും സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന, അതായത് ഏത് ഫീൽഡിലായിക്കോട്ടെ, നമ്മളിപ്പോൾ ബ്ലീച്ചിങ് ഒക്കെ ചെയ്തില്ലേ, അതുപോലെ നമ്മുടെ വേസ്റ്റ് വാട്ടർ, സീവേജ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, സ്വിമ്മിംഗ് പൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മളെല്ലായിടത്തും ക്ലോറിൻ ഉപയോഗിച്ച് ക്ലീനിങ് നടത്താറുണ്ടല്ലോ. അതുപോലെ ഡയറി ഇൻഡസ്ട്രിയിൽ, ഫുഡ് ഇൻഡസ്ട്രീസിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ക്ലോറിൻ. ക്ലോറിൻ്റെ പല രൂപത്തിൽ നമുക്ക് ഡിസിൻഫെക്റ്റൻ്റായിട്ട് ഉപയോഗിക്കാം. ഒന്ന് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാം, Cl2. പിന്നെന്താണ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആയിട്ട്, അതായത് ഒരു കോമ്പൗണ്ടായിട്ട്, അതിന് നമ്മൾ ബ്ലീച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പോൾ എന്താണ്, പല ഇപ്പോൾ സോഡിയമായിട്ടും കാൽഷ്യമായിട്ടും ഒക്കെ ഇതിന് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സാധിക്കും. ക്ലോറിൻ ഭയങ്കര റിയാക്റ്റീവാണല്ലേ. അപ്പോൾ അങ്ങനെ പല ഫോമിൽ ഈ ഒരു ക്ലോറിൻ നമുക്ക് ഡിസിൻഫെക്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ദ റിസൾട്ട് ഈസ് ഓക്സിഡേഷൻ ഓഫ് സെല്ലുലാർ മെറ്റീരിയൽസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ ആൻഡ് ഫഞ്ചൈ ഓൾദോ നോട്ട് സ്പോസ്. അപ്പോൾ എന്താ, ഇത് നമ്മുടെ ബാക്ടീരിയയുടെയൊക്കെ സെല്ലുലാർ മെറ്റീരിയലിനെ ഓക്സിഡൈസ് ചെയ്യുകയും അതുപോലെ വെജിറ്റേറ്റീവ് സെൽസിനെയൊക്കെ ഡിസ്ട്രക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ സ്പോർസിനെ നശിപ്പിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി ക്ലോറിനില്ല. പക്ഷേ കൂടുതലായിട്ടും ക്ലോറിൻ ഉപയോഗിക്കുന്നത് ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടും ഈ സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുമൊക്കെയാണ്. ഒരു സ്റ്റെറിലൈസിങ് എഫക്റ്റിനേക്കാളും ഒരു ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നതായിരിക്കും ക്ലോറിന് നല്ലത്. പിന്നെ റിയാക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇപ്പോൾ ക്ലോറിനും വാട്ടറും കൂടെ റിയാക്ട് ചെയ്ത് HCl+ HCl ആകും. അതുപോലെ കാൽഷ്യം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, അങ്ങനെ റിയാക്ഷൻസ് ഒന്നും എസ്സേക്ക് അങ്ങനെ എഴുതണമെന്നില്ല. എന്നാലും ജസ്റ്റ് എന്താണ് പല രീതിക്കുള്ള കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ്, കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ്, അതുപോലെ ക്ലോറിൻ ഗ്യാസ്, ഇതിൻ്റെയൊക്കെ പേരൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ബാക്കി ഗ്യാസ് അടിച്ചാൽ മതി. ക്ലോറിനേഷൻ കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റിനുള്ളിലൊക്കെ തന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഓർഗാനിക് മെറ്റീരിയൽ ഇൻ്റർഫിയർ വിത്ത് ദ ക്ലോറിൻ ആക്ഷൻ ബൈ റിയാക്ടിങ് വിത്ത് ക്ലോറിൻ ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കറിയാം ക്ലോറിൻ ഭയങ്കര റിയാക്റ്റീവാണ്. അപ്പോൾ ഈ ക്ലോറിനുമായിട്ട് ഓർഗാനിക് മെറ്റീരിയൽസ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ നല്ല രീതിക്ക് നടക്കത്തില്ല. അതുകൊണ്ട് എന്താ, നമ്മൾ എക്സസ് ക്ലോറിന് ഉപയോഗിക്കും. കുറച്ചൊക്കെ നഷ്ടപ്പെട്ടാലും ആ ക്ലോറിനേഷൻ പ്രക്രിയ നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ട് എക്സസ് ഓഫ് ക്ലോറിൻ ഉപയോഗിക്കും ടു എൻഷുർ microbial destruction. One potent problem is that chlorine reacts with organic compounds to form carcinogenic trihalomethanes which must be monitored in drinking water. അപ്പോൾ ക്ലോറിനേഷൻ നടത്തുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, ഇത് ഭയങ്കര റിയാക്റ്റീവാന്ന് പറഞ്ഞില്ലേ ക്ലോറിൻ, അപ്പോൾ അത് പോയി ഓർഗാനിക് കോമ്പൗണ്ട്സായിട്ട്, പല ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ടും റിയാക്ട് ചെയ്യും. എന്നിട്ട് കാർസിനോജനിക് ആയിട്ടുള്ള, അതായത് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ട്രൈഹാലോമീഥെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വാട്ടർ, സീവേജ് വാട്ടറും അതുപോലെ നമ്മളുടെ ഡ്രിങ്കിങ് വാട്ടറും ഒക്കെ ക്ലോറിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ കാർസിനോജനിക് ട്രൈഹാലോമീഥെയിൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ദോഷമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഓസോൺ സംടൈംസ് ഹാസ് ബീൻ യൂസ്ഡ് സക്സസ്ഫുള്ളി ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ക്ലോറിനേഷൻ ഇൻ യൂറോപ്പ് ആൻഡ് കാനഡ. അപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ക്ലോറിനേഷന് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഓസോൺ ഉപയോഗിക്കാറുണ്ട്. ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ് ഡിസിൻഫെക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അത് കമ്പാരിറ്റീവ്ലി മറ്റ് സാധനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇൻഎക്സ്പെൻസീവ് ആണ്, അതുപോലെ വളരെ എഫക്റ്റീവാണ്. ഈസി ആയിട്ട് നമുക്ക് ബ്ലീച്ചിങ്ങും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെന്താണ്, ഡ്രിങ്കിങ് വാട്ടറിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ക്വാണ്ടിറ്റി, അതായത് ഇൻഡസ്ട്രിയൽ യൂസിനൊന്നുമല്ല, ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടറിനെയൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാലോസോൺ ടാബ്ലറ്റ്സ് ഉപയോഗിക്കും. എന്താണ് ഹാലോസോൺ? ഹാലോസോൺ എന്ന് പറയുന്നത് പാരാസൾഫോൺ ഡൈക്ലോറമിഡോ ബെൻസോയിക് ആസിഡ്. അതൊന്നും ഓർത്തിരിക്കേണ്ട, ഹാലോസോൺ എന്ന് ഓർത്തിരുന്നാൽ മതി.
ഈ ഹാലോസോൺ എന്ന് പറയുന്നതും ഒരു ക്ലോറിൻ ഡിറൈവ്ഡ് കോമ്പൗണ്ടാണ്. ഇതും എന്ത് ചെയ്യും, വെള്ളത്തിൽ ആഡ് ചെയ്യുമ്പോൾ ക്ലോറിനെ റിലീസ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും, ഡിസിൻഫെക്ഷൻ നടക്കും. ഒരു 30 മിനിറ്റിനുള്ളിൽ ഡിസിൻഫെക്ഷൻ നടക്കും. അതുപോലെ ക്ലോറിൻ സൊല്യൂഷൻസ് ലബോറട്ടറികളിലും അതുപോലെ ഹൗസ് ഹോൾഡ് ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. An excellent disinfectant detergent combination can be prepared if a 1/40 dissolution of household bleach is combined with a non-ionic detergent such as dishwash detergent to give a 0.8% detergent concentration. അപ്പോൾ ഒന്നുമില്ല, ഈ ഡിസിൻഫെക്റ്റൻറ്റും ഡിറ്റർജൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ, അതൊരു കമ്പൈൻഡ് ഫോം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ബാക്ടീരിയനെയും അതുപോലെ അഴുക്കും ഒക്കെ റിമൂവ് ചെയ്യാൻ കഴിയും. അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ, ഹൗസ് ഹോൾഡ് ബ്ലീച്ച് അതൊരു 1/40 ആയിട്ട് ഡയല്യൂട്ട് ചെയ്തതും, അതുപോലെ ഒരു നോൺ അയോണിക് ഡിറ്റർജൻറ്റ്, ഇപ്പോൾ നമ്മൾ ഡിഷ് വാഷിനൊക്കെ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ ഒരു 0.8% കോമ്പോസിഷനിൽ കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ഡിസിൻഫെക്ഷൻ നടത്താൻ പറ്റും, ബാക്ടീരിയനൊക്കെ കില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ പെർസെൻറ്റേജും കാര്യങ്ങളും അങ്ങനെയൊന്നും ഓർക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഡിറ്റർജൻറ്റുമായിട്ടുള്ള കോമ്പിനേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നടക്കുമെന്ന് പറയണം. ഈ ഹാലോസോണിൻ്റെ കാര്യം ഓർത്ത് വെക്കണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോറിൻ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ പേര് ഓർത്ത് വെക്കണം. മെയിൻലി ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടും സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുമൊക്കെയാണെന്ന് ഓർക്കണം. അതുപോലെ ഹൗസ് ഹോൾഡ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിനും, ഇപ്പം സോഡിയം ഹൈപ്പോക്ലോറേറ്റ്, കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാബുകളിലും മൈക്രോബിയൽ കണ്ടാമിനേഷൻ കളയാനും അതുപോലെ സർഫസ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കും ഈ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ഒക്കെ കേട്ടോ. അപ്പോൾ ആ പേരുകളൊക്കെ ഫെമിലിയർ ആയിരിക്കണം. ക്ലോറിനെ കുറിച്ച് എഴുതുമ്പോൾ ഈ പേരുകളെല്ലാം ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തേക്കണം. അടുത്തതാണ് ഹെവി മെറ്റൽസ്. For many years, the ions of heavy metals such as mercury, silver, arsenic, zinc and copper are used as germicides. അപ്പോൾ ജേംസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഹെവി മെറ്റൽസിൻ്റെയും അയോൺസിനെ ഉപയോഗിക്കുന്നുണ്ട്. മെർക്കുറി, സിൽവർ, ആർസനിക്, സിങ്ക്, കോപ്പർ പോലുള്ളവയുടെ. ആൻഡ് ദീസ് ഹാവ് നൗ ബീൻ സൂപ്പർസീഡഡ് ബൈ അതർ ലെസ് ടോക്സിക് ആൻഡ് മോർ എഫക്റ്റീവ് ജെർമിസൈഡ്സ്. അതായത് ഇതിനേക്കാളും നല്ല എഫക്റ്റീവായിട്ടുള്ളതുണ്ട്. എന്നാലും ഈ ഹെവി മെറ്റൽസ് പലപ്പോഴും ബാക്ടീരിയോസ്റ്റാറ്റിക് ആയിട്ടൊക്കെ ഉപയോഗിക്കും. അതായത് കൊല്ലത്തില്ല, പക്ഷെ റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഹെവി മെറ്റൽസിൻ്റെ അയോൺസ്. ദർ ആർ ഫ്യൂ എക്സെപ്ഷൻസ്. എന്തൊക്കെയാണ്? ഇൻ സം ഹോസ്പിറ്റൽസ് 1% സൊല്യൂഷൻ ഓഫ് സോഡിയം നൈട്രേറ്റ് ഈസ് ആഡഡ് ടു ഐസ് ഓഫ് ഇൻഫാൻസ് ടു പ്രിവെൻറ്റ് ഒഫ്താൽമിക് ഗൊണേറിയ. അത് ഒരു എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നവജാത ശിശുക്കളുടെയൊക്കെ കണ്ണിൽ 1% സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് ഒഴിച്ചു കൊടുക്കും. എന്തിനാണ്? ഒഫ്താൽമിക് ഗൊണീറിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1% ആണ് 1% സിൽവർ നൈട്രേറ്റ്. അതുപോലെ സിൽവർ സൾഫാഡയാസിൻ, അതെന്തിനാണ്? ബേൺസിനൊക്കെ യൂസ് ചെയ്യും. എന്തെങ്കിലും പൊള്ളലൊക്കെ ഉണ്ടാകുമ്പം അവിടുത്തെ ഇൻഫെക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കോപ്പർ സൾഫേറ്റ് എന്താണ്? ഒരു എഫക്റ്റീവ് ആൽജിസൈഡാണ്. ഇപ്പോൾ കായലുകളിൽ അതുപോലെ സ്വിമ്മിംഗ് പൂൾസിലൊക്കെ ആൽഗെ ഗ്രോത്ത് ഉണ്ടാവില്ല, പായലൊക്കെ ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോപ്പർ സൾഫേറ്റിനെ ഉപയോഗിക്കാം. അതുപോലെ ഹെവി മെറ്റൽസ് കമ്പൈൻ വിത്ത് പ്രോട്ടീൻസ് ഓഫൺ വിത്ത് ദെയർ സൾഫ്ഹൈഡ്രൽ ഗ്രൂപ്പ്സ് ആൻഡ് ഇനാക്ടിവേറ്റ് ദം. അപ്പോൾ ഹെവി മെറ്റൽസും പ്രോട്ടീനും കൂടെ കമ്പൈൻ ചെയ്ത്, പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഓഫൺ അവരുടെ സൾഫ്ഹൈഡ്രൽ ഗ്രൂപ്പുകളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇനാക്ടിവേറ്റ് ചെയ്യാറുണ്ട്. ദേ മേ ആൾസോ പ്രസിപ്പിറ്റേറ്റ് സെൽ പ്രോട്ടീൻസ്. അപ്പോൾ ഹെവി മെറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും മെർക്കുറി, സിൽവർ, ആർസനിക്, സിങ്ക്, കോപ്പർ, പിന്നെ സിൽവറിൻ്റെ കുറേ കോമ്പൗണ്ട്സ്, കോപ്പറിൻ്റെ കോമ്പൗണ്ട്സ്, ഇതൊക്കെയാണ് ഹെവി മെറ്റൽസിൽ ഡിസിൻഫെക്റ്റൻ്റായിട്ടും ബാക്ടീരിയോസ്റ്റാറ്റിക് എഫക്റ്റൊക്കെ കാണിക്കുന്നത്. അതുപോലെ ആൽഗേസിനെ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ക്വാട്രനറി അമോണിയം കോമ്പൗണ്ട്സ്. ഇതിന് ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റിയും അതുപോലെ എഫക്റ്റീവ് ഡിസിൻഫെക്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഇവർ ശരിക്കും ഡിറ്റർജൻസ് ആണ് കേട്ടോ. അതായത് ഡിറ്റർജൻസ് ആർ ഓർഗാനിക് ക്ലെൻസിങ് ഏജൻറ്റ്സ് ദാറ്റ് ആർ ആംഫിപാത്തിക്. അതായത്
പോളാർ ഹൈഡ്രോഫിലിക്കും നോൺ പോളാർ ഹൈഡ്രോഫോബിക് കമ്പോണൻസും കൂടെ ചേർന്നതാണ് ഡിറ്റർജൻസ്. ഡിറ്റർജൻറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ഒരു പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു ഹെഡും ടൈലും ഉണ്ടാകും. ഒരു ഭാഗം ഹൈഡ്രോഫിലിക് ആയിരിക്കും, ഒരു ഭാഗം ഹൈഡ്രോഫോബിക് ആയിരിക്കും. അതാണ് ഒരു ഡിറ്റർജൻറ്റിൻ്റെ സ്ട്രക്ചർ. അതിന് ഇങ്ങനെ മിസെല്ലി ഫോർമേഷൻ ഉണ്ടായിട്ട് ആ അഴുക്കിന് ഡിസോൾവ് ചെയ്ത് നശിപ്പിച്ച് കളയും. അതാണ് ഡിറ്റർജൻറ്റിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ ക്വാട്ടർനറി അമോണിയം കോമ്പൗണ്ട്സ് ഒക്കെ ഡിറ്റർജൻ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദ ഹൈഡ്രോഫിലിക് പോർഷൻ ഓഫ് ക്വാട്ടർനറി അമോണിയം കോമ്പൗണ്ട് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ക്വാട്ടർനറി നൈട്രജൻ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഹൈഡ്രോഫിലിക്, അതായത് വാട്ടർ ലവിങ് ആയിട്ടുള്ള പോർഷൻ ക്വാട്ടർനറി അമോണിയം കോമ്പൗണ്ടിൻ്റെ ആ ഒരു വാട്ടർ ലവിങ് ആയിട്ടുള്ള പോർഷൻ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ക്വാട്ടർനറി നൈട്രജൻ ആണ്. ദസ് ഇവരെന്ത് പറയാം? ഇവർ കാറ്റയോണിക് ഡിറ്റർജൻസ് ആണെന്ന് പറയാം. Their antimicrobial activity is the result of their ability to disrupt the microbial membranes. They may also denature proteins. അപ്പോൾ ഇവരുടെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? ഇവർ മൈക്രോബ്സിൻ്റെയൊക്കെ സെൽ മെംബ്രെയിനെ നശിപ്പിക്കും, അതുപോലെ പ്രോട്ടീൻസിനെ ഡീനേച്ചർ ചെയ്യും. മിക്ക ഡിസിൻഫെക്റ്റൻസും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി കാറ്റയോണിക് ഡിറ്റർജൻസ് ആണെന്ന് പറഞ്ഞല്ലേ, അതായത് ഇപ്പോൾ ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, അതുപോലെ സൈറ്റൈൽ പിരിഡിനിയം ക്ലോറൈഡ്, ഇതൊക്കെ ബാക്ടീരിയനെ കില്ല് ചെയ്യും. പക്ഷേ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിനെയും എൻഡോസ്പോസിനെയും ഒന്നും നശിപ്പിക്കത്തില്ല. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഇത് കൊല്ലാൻ കുറച്ച് പാടുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ്. നമ്മുടെ ട്യൂബർക്ലോസിസ് ടി ബി ഒക്കെ ഉണ്ടാക്കുന്നത്, അതിനെ കൊല്ലാൻ കുറച്ച് പാടാണ്. അതുപോലെ എൻഡോസ്പോസിനെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഈ ഡിറ്റർജൻസിനില്ല. പിന്നെന്താണ്? ദേ ഹാവ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ബീയിങ് സ്റ്റേബിൾ ആൻഡ് നോൺ ടോക്സിക്. അപ്പോൾ ഓർക്കുക, ഇവർ സ്റ്റേബിളും ആയിരിക്കും നോൺ ടോക്സിക്കും ആയിരിക്കും. പക്ഷേ ദേ ആർ ഇനാക്ടിവേറ്റഡ് ബൈ ഹാർഡ് വാട്ടർ ആൻഡ് സോപ്പ്. അതും ഓർത്തിരിക്കണം. കാറ്റയോണിക് ഡിറ്റർജൻസ് ആർ ഓഫൺ യൂസ്ഡ് ആസ് ഡിസിൻഫെക്റ്റൻസ് ഫോർ ഫുഡ് യൂറ്റൻസിൽസ് ആൻഡ് സ്മോൾ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് സ്കിൻ ആൻറ്റിസെപ്റ്റിക്സ്. പല ബ്രാൻഡുകളും കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. സെഫിറാൻ, അതുപോലെ സീപ്രീൻ, അതൊക്കെ കൊമേഴ്ഷ്യലി അവൈലബിളാണ്. പേരൊന്നും ഓർക്കണ്ട, ഡിഗ്രി ലെവലിൽ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. എന്നാലും ഈ ക്വാട്ടർനറി അമോണിയം കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് കാറ്റയോണിക് ഡിറ്റർജൻസ് ആണെന്നും അതിന് ആൻറ്റി മൈക്രോബിയൽ എഫക്റ്റ് ഉണ്ട്, അതുപോലെ ഡിസിൻഫെക്റ്റൻ ചെയ്യാനുള്ള എഫക്റ്റ് ഉണ്ട്, അതുപോലെ സ്റ്റേബിൾ ആണ്, നോൺ ടോക്സിക് ആണ്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസും അതുപോലെ എൻഡോസ്പോസും ഒഴിച്ച് ബാക്കിയുള്ള നോർമൽ ബാക്ടീരിയ പോലത്തെ സംഭവങ്ങളെയൊക്കെ എന്താണ് അതിൻ്റെ മെംബ്രെയിനെ ഡിസ്റപ്റ്റ് ചെയ്യാനും പ്രോട്ടീൻസിനെ ഡീനേച്ചർ ചെയ്തിട്ടും ഒക്കെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ടെന്ന് ഓർക്കുക. അടുത്തതാണ് ആൽഡിഹൈഡ്സ്. അപ്പം നമ്മൾ നേരത്തെ ആൽക്കഹോൾ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നല്ല അടിപൊളി ഡിസിൻഫെക്റ്റൻസ് ആണെന്നൊക്കെ പറഞ്ഞു, 70% ആൽക്കഹോളിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആൽഡിഹൈഡുകളുടെ കാര്യമാണ്. അതിനകത്ത് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടർ ആൽഡിഹൈഡ്, ഇവരൊക്കെ ഹൈലി റിയാക്റ്റീവ് മോളിക്യൂൾസ് ആണ്. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല മൈക്രോ ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ക്രോസ് ലിങ്കിങ് അല്ലെങ്കിൽ ആൽക്കൈലേഷൻ മെത്തേഡ് വഴിയാണ് ഇവർ ഈ ന്യൂക്ലിക് ആസിഡിനെ പ്രോട്ടീനെയൊക്കെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്. ദേ ആർ സ്പോറിസിഡൽ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് കെമിക്കൽ സ്റ്റെറിലൻസ്. അപ്പോൾ എന്താണ് ഈ ആൽഡിഹൈഡ്, അതായത് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടർ ആൽഡിഹൈഡ് പോലുള്ള ആൽഡിഹൈഡ്സ് എങ്ങനെയാണ്? സ്പോറിസിഡലാണ്. മിക്ക നമ്മൾ നേരത്തെ പറഞ്ഞവയ്ക്കൊന്നും സ്പോർസിനെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഈ ആൽഡിഹൈഡ്സിന് സ്പോർസിനെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഇവർ കെമിക്കൽ സ്റ്റെറിലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഫോർമാൽഡിഹൈഡ് ഈസ് യൂഷ്വലി ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഓർ ആൽക്കഹോൾ ബിഫോർ യൂസ്. അപ്പോൾ എന്താ ആൽക്കഹോളിലോ വെള്ളത്തിലോ ഒക്കെ ഡിസോൾവ് ചെയ്തിട്ടാണ് ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുന്നത്. 2% ബഫേർഡ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂട്ടർ ആൽഡിഹൈഡ് ഈസ് ആൻ എഫക്റ്റീവ് ഡിസിൻഫെക്റ്റൻറ്റ്. അപ്പോൾ ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലൂട്ടർ ആൽഡിഹൈഡിൻ്റെ ഫോർമാൽഡിഹൈഡിൻ്റെ പേരോർത്ത് വെച്ചേക്കണം. 2% ഗ്ലൂട്ടർ ആൽഡിഹൈഡാന്ന് ഓർക്കണം. ഫോർമാൽഡിഹൈഡിന് ആൽക്കഹോൾ അല്ലെങ്കിൽ വാട്ടർ ഉപയോഗിച്ച് ഡയല്യൂട്ട് ചെയ്യുന്നു ഓർക്കണം. ഇറ്റ് ഈസ് ലെസ് ഇറിറ്റേറ്റിംഗ് ദാൻ ഫോർമാൽഡിഹൈഡ്. എന്ത്? നമ്മുടെ ഗ്ലൂട്ടർ ആൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡിനേക്കാളും ഇറിറ്റേഷനൊക്കെ കുറവാണ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു ഡിസിൻഫെക്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ്. നമുക്കറിയാം ഈ ഫോർമാൽഡിഹൈഡിലാണ് ഈ സ്പെസിമെനൊക്കെ ഇട്ട് വെക്കും. അതുപോലെ നമ്മൾ പ്ലാന്റിൻ്റെയൊക്കെ നമ്മൾ സാമ്പിളൊക്കെ ഒത്തിരി നാൾ ഫോസിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ അത് കണ്ണിനൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അത് ഈ ഗ്ലൂട്ടറാൽഡിഹൈഡിന് കുറവായിരിക്കും. ഗ്ലൂട്ടറാൽഡിഹൈഡ് യൂഷ്വലി ഡിസിൻഫെക്റ്റ് ഒബ്ജക്ട്സ് വിത്തിൻ അബൌട്ട് 10 minutes ബട്ട് മേ റിക്വയർ ആസ് ലോങ് ആസ് 12 hours ടു ഡിസ്ട്രോയ് ഓൾ സ്പോർസ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇവർക്ക് ഡിസിൻഫെക്ഷനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 12 മണിക്കൂറെങ്കിലും വേണം സ്പോർസിനെയൊക്കെ കൊല്ലാൻ. പക്ഷേ ഇത് മറ്റുള്ളവയെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. കാരണം സ്പോർസിനെ കൊല്ലാൻ കപ്പാസിറ്റി ഉള്ളവർ കുറവാണ്. അപ്പോൾ ഈ ഫോർമാൽഡിഹൈഡും ഗ്ലൂട്ടറാൽഡിഹൈഡും സ്പോറിസിഡലാണെന്ന് ഓർക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ സ്റ്റെറിലൈൻസ് ആയിട്ട് ഉപയോഗിക്കുമെന്ന് ഓർക്കണം. ഈ 2% ബഫേർഡ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂട്ടറാൽഡിഹൈഡ് ഒരു എഫക്റ്റീവ് ഡിസിൻഫെക്റ്റൻ്റ് ആണെന്ന് ഓർക്കണം. അടുത്തതാണ് സ്റ്റെറിലൈസിങ് ഗ്യാസസ്. അപ്പോൾ ചില ഗ്യാസുകളും സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. Many heat-sensitive items such as disposable plastic petri plates and syringes, heart lung machine components, sutures and catheters are sterilized with ethylene oxide gas. അപ്പോൾ എന്താണ്, നമ്മൾ സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന കത്തീഡേഴ്സ്, സ്യൂച്ചേഴ്സ് തുന്നാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ എന്താണ് ഹാർട്ട് ലങ് മെഷീൻ കമ്പോണൻസ്, പിന്നെ നമ്മുടെ ഗ്ലാസ് പെട്രി പ്ലേറ്റ് മാത്രമല്ലല്ലോ, പ്ലാസ്റ്റിക് പെട്രി പ്ലേറ്റുകളുണ്ട്, സിറിഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസിങ് ഗ്യാസ് ആണ് എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ്. ഓർത്തിരിക്കണം, എത്തിലീൻ ഓക്സൈഡ് ഈസ് ബോത്ത് മൈക്രോബിസിഡൽ ആൻഡ് സ്പോറിസിഡൽ ആൻഡ് കിൽസ് ബൈ കമ്പൈനിങ് വിത്ത് ദ സെൽ പ്രോട്ടീൻസ്. അപ്പോൾ സെൽ പ്രോട്ടീൻസിനെ ഡിനേച്ചർ ചെയ്തുകൊണ്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എത്തിലീൻ ഓക്സൈഡിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കണേ. മൈക്രോബിസിഡലുമാണ്, അതുപോലെ സ്പോറിസിഡലുമാണ്. It is particularly effective sterilizing agent because it rapidly penetrates packing materials, even plastic wraps. അപ്പം അത്രയും ഇപ്പോൾ പാക്ഡ് മെറ്റീരിയൽസിനെയൊക്കെ പെനിട്രേറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇതിനുണ്ട്. സ്റ്റെറിലൈസേഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ എ സ്പെഷ്യൽ എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസർ വെരി മച്ച് റിസംബ്ലിംഗ് ആൻ ഓട്ടോക്ലേവ് ഇൻ അപ്പിയറൻസ് ദാറ്റ് കൺട്രോൾസ് ദ എത്തിലീൻ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റെറിലൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്? നമ്മുടെ ഓട്ടോക്ലേവ് പോലത്തെ ഒരു മെഷീൻ എന്ന് വെച്ചോ, അതായത് ഒരു സിലിണ്ടറിക്കലോ എന്തോ ഷേപ്പ് ആയിക്കോട്ടെ, ഒരു ഓട്ടോക്ലേവിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അറിയാമല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവത്തിനകത്ത് നമ്മുടെ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടെയ്നർ, ഓട്ടോക്ലേവ് പോലത്തെ കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ഈ എത്തിലീൻ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ബിക്കോസ് പ്യുവർ എത്തിലീൻ ഓക്സൈഡ് ഈസ് എക്സ്പ്ലോസീവ്, ഇറ്റ് ഈസ് യൂഷ്വലി സപ്ലൈഡ് ഇൻ എ 10 to 20% കോൺസെൻട്രേഷൻ മിക്സ്ഡ് വിത്ത് എയ്തർ കാർബൺ ഡയോക്സൈഡ് ഓർ ഡൈക്ലോറോഫ്ലൂറോമീഥൈൻ. അപ്പോൾ എന്താ, ചുമ്മാ എത്തിലീൻ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്പ്ലോസീവ് ആയിരിക്കും, അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10 to 20% കോൺസെൻട്രേഷൻ എടുത്തിട്ട് ഇതിനെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ കാർബൺ ഡയോക്സൈഡുമായിട്ട് അല്ലെങ്കിൽ ഡൈഫ്ലൂറോ മീഥൈനുമായിട്ട് മിക്സ് ചെയ്യും. ഇനി എത്തിലീൻ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ അവർക്ക് സ്റ്റെറിലൈസേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ. ഇനി എ ക്ലീൻ object can be sterilized if treated for 5 to 8 hours at 38 degrees Celsius or 3 to 4 hours at 54 degrees Celsius when the relative humidity is maintained at 40 to 50% and the ethylene oxide concentration is 700 mg per liter. അത് എത്രയൊക്കെ വേണമെന്നാണ്. ഇതൊന്നും ഡിഗ്രി എക്സാമിനൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഒന്നും മനസ്സിലാക്കി വെച്ചേക്കാൻ. ആ ഒരു ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും അതിൻ്റെ കോൺസെൻട്രേഷനും ഒക്കെ വെച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ്റെ സമയവും എഫക്റ്റീവ്നെസ്സും ഒക്കെ തീരുമാനിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ദ എക്സ്റ്റെൻസീവ് എയറേഷൻ ഓഫ് ദ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ ഈസ് നെസസറി ടു റിമൂവ് ദ എത്തിലീൻ ഓക്സൈഡ് റെസിഡ്യുവൽ ബിക്കോസ് ഇറ്റ് ഈസ് സോ ടോക്സിക്. അപ്പോൾ ഇതിൻ്റെ റെസിഡ്യൂസൊക്കെ റിമൂവ് ചെയ്ത് കളയണം, കാരണം ഇത് ടോക്സിക് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, എക്സ്റ്റെൻസീവ് എയറേഷൻ ചെയ്യും. ഈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസിനെ എക്സ്റ്റെൻസീവ് എയറേഷൻ ചെയ്ത് അതിനകത്തുള്ള ടോക്സിക് ആയിട്ടുള്ള റെസിഡ്യൂസിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയും. മറ്റൊരു സ്റ്റെറിലൈസിങ് ഗ്യാസാണ് ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ, BPL എന്ന് പറയാം. ഇൻ ദ ലിക്വിഡ് ഫോം ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ടു സ്റ്റെറിലൈസ് വാക്സിൻസ് ആൻഡ് സെറ. അപ്പോൾ സെറം അതുപോലെ വാക്സിൻസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എങ്ങനെ, ലിക്വിഡ് ഫോമിലായിരിക്കുമ്പോൾ. അതുപോലെ
BPL decomposes to an inactive form after several hours and is not as difficult to eliminate as ETO. അതായത് നമ്മൾ പറഞ്ഞ് എത്തിലിൻ ഓക്സൈഡ് എന്ന് പറയുന്നത് ടോക്സിക് ആണ്, അതുകൊണ്ട് നമ്മൾ എക്സ്റ്റെൻസീവ് എയറേഷൻ കൊടുത്താലേ അതിൻ്റെ റെസിഡ്യൂസിനെയൊക്കെ കളയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബി പി എല്ലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ നേരം കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഇനാക്റ്റീവായിട്ട് ഡീകമ്പോസായി പോകും. It also destroys microorganisms more readily than ethylene oxide but does not penetrate materials well and may be carcinogenic. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ETO എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ പ്ലാസ്റ്റിക് റാപ്സ് ഒക്കെ ആണെങ്കിൽ അതിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോലും സ്റ്റെറിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവയാണ്. ഒരു ഓട്ടോക്ലേവിനോട് സമാനമായ ഒരു കണ്ടെയ്നറിനുള്ളിലാണ് ഈ സ്റ്റെറിലൈസേഷൻ നടക്കുന്നതെന്നൊക്കെ. പക്ഷേ നമ്മുടെ BPL ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇവർക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ വളരെ എളുപ്പത്തിൽ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. പക്ഷേ കാർസിനോജനിക് ആണ്, കുറച്ച് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇത് കെയർലെസ് ആയിട്ട് ഉപയോഗിച്ചാൽ. ആൻഡ് ഫോർ ദിസ് റീസൺസ് BPL ഹാസ് നോട്ട് ബീൻ യൂസ്ഡ് ആസ് എക്സ്റ്റെൻസീവ്ലി ആസ് ETO. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇത് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെന്താണ് കാർസിനോജനിക് ആണ്, അതുകൊണ്ട് ഇത് അത്രയും പോപ്പുലറായിട്ട് ഉപയോഗിക്കാറില്ല, നമ്മുടെ ETOയുടെ അത്ര ഉപയോഗിക്കാറില്ല. വേപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ക്യാൻ ബി യൂസ്ഡ് ടു ഡീകണ്ടാമിനേറ്റ് ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റ്സ്, അതായത് നമ്മുടെ ലാഫൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഹുഡ്, അതുപോലെ നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂംസ് ആൻഡ് അതർ ലാർജ് ഫെസിലിറ്റീസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ 3 സ്റ്റെറിലൈസിങ് ഗ്യാസസ് പഠിച്ചു. എന്താണ്? എത്തിലിൻ ഓക്സൈഡ് പഠിച്ചു, ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ പഠിച്ചു, ഇപ്പോൾ പഠിച്ചത് എന്താണ്? വേപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി വേപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ച് പറയാം. These systems introduce vaporized hydrogen peroxide into the enclosure for some time depending on the size of the enclosure and materials within. Hydrogen peroxide is toxic and kill a variety of microorganisms. അത് മൈക്രോ ഓർഗാനിസത്തിന് മാത്രമല്ല കേട്ടോ, നമുക്കും ദോഷമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മുടെ ബോഡിയിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൂടിക്കഴിഞ്ഞാൽ അത് ദോഷമാണ്. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഡീകണ്ടാമിനേഷൻ പ്രോസസ്സിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്രേക്ക് ഡൗൺ ഇൻ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ബോത്ത് വിച്ച് ആർ ഹാംലെസ്. നമുക്കറിയാം H2O2 അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് H2O+O2 ആകും, അത് രണ്ട് ഹാംഫുള്ളല്ല. ഇത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന റിയാക്ഷനാണ് കേട്ടോ. ഈ ഒരു പ്രക്രിയയാണ് ഡീകണ്ടാമിനേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റെറിലൈസിങ് ഗ്യാസ് ആണ്, ടോക്സിക് ആണ്, അതുകൊണ്ട് തന്നെ പല മൈക്രോ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യും. അത് ഡീകണ്ടാമിനേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് H2Oയും വാട്ടറും ഓക്സിജനുമായിട്ട് മാറും. അതർ അഡ്വാൻറ്റേജസ് ഓഫ് ദി സിസ്റ്റംസ് ആർ ദാറ്റ് they can be used at a wide range of temperature and they do not damage most materials. അപ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 4 to 18 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഉപയോഗിക്കും.